ജിന്താത്ത ജിന്താത്തെന്ന് പാടുന്നേ എന്താ കാര്യം? ഓടി അവിടുന്ന്. ഭംഗിയായിട്ട് നോക്കി പോയതാ, ഇനി നോക്കേയില്ല. സത്യോ നിന്റെ ഒരു കാര്യം. നാപ്കിൻ തീർന്നു പോയിടാ. ഒന്ന് പോയി വാങ്ങിച്ചോടുവാ മോനെ. ശരി ആന്റി. ജാओ बेटा जाओ जा जा जा. ഈശ്വരാ. മോളെ നീരജ്, സാർ അത് തേക്കിലാണോ വീട്ടിലാണോ ചെയ്തിരിക്കുന്നത്? അതാ അത് ഈട്ടിയൊന്നുമല്ല, നല്ല പണി ഉണ്ടാക്കല്ലേ. എടാ ഒരിച്ചിരി ജിലേബി സാമ്പാർ കുടിച്ചോ. സാമ്പാർ ഇവിടെ. എനിക്ക് ഇനി സാമ്പാറാ? അതെ, എനിക്ക് ഇനി സാമ്പാർ വേണ്ടടാ. ഇനി സാമ്പാർ കുടിച്ചാൽ എന്റെ വയറ് പൊട്ടി തകർന്നു. ഇവിടെ സാമ്പാർ കുടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ വില വല്ല അറിയോ? ഇതെന്റെ മുത്തച്ഛൻ. സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആണെന്ന്. ഇനിയും വേണോന്ന്? വാ ഒഴിച്ചോട്. എന്നോടൊന്നും തോന്നരുതേ. ബാത്റൂമിൽ പോയി കഴുകുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ആ സാമ്പാർ കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് ഒഴിച്ചുകൂടായിരുന്നോ? എന്നാ പിന്നെ അതിൽ കുറച്ചെനിക്ക് കൂച്ചാൽ മതിയായിരുന്നല്ലേ? ഈട്ടിയാണോ തേക്കാണോ നല്ലത്? ഇവിടെ സാമ്പാർ സോറി, ഷർട്ട് ഊരി തന്നാ ഞാൻ കഴുകി തരാം. എങ്കിൽ പിന്നെ മൊത്തത്തിൽ ഒഴിക്കായിരുന്നു. എന്നാ കുളിപ്പിച്ച് തന്നേനെ. എന്ത് പണിയെ കാണിച്ചത്? ഒരു കൈ സഹായം. ഇത് സഹായമാ? പിന്നല്ലാതെ. എന്റെ ഷർട്ട് കഴിയത്ര ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. വിയർപ്പ് കണ്ട ഒന്ന് തുടച്ചു തരണ്ടേ? അതെന്റെ കടമയല്ലേ. ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യണം, സഹായിക്കുന്നവരെ സഹായിക്കണം എന്ന അത്താണിലെ പ്രമാണം. അത്താണിക്കാരുടെ പ്രമാണമൊക്കെ ഇയാടെ കയ്യിൽ തന്നെ വെച്ചോ. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ സൗത്ത്, ഞാൻ നോർത്ത്. നിങ്ങൾ കേരള പ്രദേശ്, ഞാൻ മധ്യപ്രദേശ്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മധ്യപ്രദേശിൽ ടച്ച് ചെയ്ത ഈ വിരല്. അയ്യോ, ഇപ്പൊ ഒരൊറ്റ തവണ ക്ഷമിച്ച രണ്ടാമത്തേന് അപ്പ ക്ഷമിച്ചാ മതി. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്ങനെയാണോ ഇയാളെ ലവ് ചെയ്യുന്നത്? അപ്പോ നിനക്കും എന്നോട് അതാ? അതുകൊണ്ടല്ലേ അന്ന് ആദ്യം കണ്ടപ്പോ ഇയാളെ മുറിയിലേക്ക് വിളിച്ചതും ഇപ്പൊ ഈ ബാത്റൂമിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതും? അതെയോ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ തവണ, വിരോധമൊന്നുമില്ലെങ്കിൽ. ബാത്റൂമിൽ എന്തായിരുന്നു പറയരുത്. പ്ലീസ്. എടാ കള്ള, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് അവസാനം എന്നോട് കള്ളത്തരം കാണിക്കോ? സോറി നീരു, നീ സത്യ പറഞ്ഞത്. ഞാനൊരു കള്ളനാ. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി മാറാനും ഞാൻ തയ്യാറാ. ബാക്കി നിന്റെ ഇഷ്ടം. ഈ നിമിഷം മുതൽ മാറുമെങ്കിൽ? അപ്പൊ മാറുമെങ്കിൽ എങ്കിൽ മാറി. വാക്ക് ഈ അത്താണിക്കാരൊരു വാക്ക് പറഞ്ഞ അത് ചത്താലും മാറില്ല മോളെ. അയ്യോ എന്റെ അമ്മോ ആന്റി, ഒറ്റത്തവണ ഒറ്റത്തവണ. എന്താണ്? അത്താണി, ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് നമുക്ക് കള്ളനും പോലീസും കളിക്കാം. നീ പോയി വിളിച്ചോ, ഞാൻ കണ്ടുപിടിക്കാം. ഒരു കാരണവശാലും ഇങ്ങോട്ട് പുറത്തിറങ്ങരുതേ. ഹായ്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ആരാ റൂമില്?
ഏത് പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന് അതൊക്കെ ഞാൻ പറയാം. നീ വാ 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 വാ. ആ, നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നേന്ന് എനിക്കറിയാം. വിവാഹത്തിന് മുൻപ് അതൊന്നും വേണ്ട. ഞാനിപ്പോ പറയുന്നത് കേട്ടില്ലെങ്കിൽ കല്യാണം പോലും നടക്കൂല. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നിനക്കറിയോ, 2 ദിവസം കാണാത്ത വിഷമം കൊണ്ട് കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നപ്പോ അത് മനസ്സിലാക്കാതെ. നിരു, മൈ ഡാർലിംഗ്. ഒളിക്ക്, ഒളിക്ക്. പോ, പോ. ഏയ്, ഒളിക്കാൻ. എന്താ ഒളി. എന്താ പറഞ്ഞേ? ഈ നല്ല മണം, നല്ല മണം. ഏസന്റെ അടിച്ചിരിക്കുന്നേ. സെന്റ് അവിടെ നിക്കട്ടെ, ആരെങ്കിലും വന്ന് കണ്ടാലോ? എഴുന്നേക്ക്. അത് ശരിയാ, എഴുന്നേറ്റൂടാ. എഴുന്നേറ്റ് ആരെങ്കിലും കാണും. കള്ള റാസ്കൽ. ഇതിലൊക്കെ നല്ല മുൻപരിചയാണല്ലോ നിനക്ക്. നിന്നാണ് സത്യം. ഇതുപോലൊരു സിറ്റുവേഷൻ ലൈഫിൽ അമ്മയാണ് ഫസ്റ്റ് ടൈം. വിശ്വസിക്കേ പ്ലീസ്, പ്ലീസ്. ശരിയടാ കള്ള. ബട്ട് ഒള്ളി ജിന്താത്ത. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെളിയിലേക്ക് പോവാം. വെളിയിൽ വെച്ചോ? എങ്കിൽ ഹോട്ടലൊക്കെയാ? ഹോട്ടലിലോ? അപ്പൊ തിയേറ്റർ തന്നെയാ ബെറ്റർ. നീ അസല് കള്ളം തന്നെയാ. എങ്ങനെ പബ്ലിക്കില്? ദൂരെ എങ്ങും പോണ്ട, ഇവിടെ തന്നെ മതി. എങ്കിൽ തുടങ്ങിക്കോ. ആ പെട്ടിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? മാമാ, ബന്ധം പറയണ്ട, കാര്യം പറ. ഈ കൊച്ചിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണ്ടേ? എത്ര കാലം ഞാൻ എന്നെ ചുമന്നു നടക്കും? ചുമന്നോ? ഒറ്റയ്ക്ക് എന്നെ കുടിക്കട്ടെ. നിങ്ങൾ അങ്ങനെ സൂഹിക്കണ്ട. സെർച്ച് ചെയ്യേ. നീ കൊച്ചിനെ കുട്ടി ഫോട്ടോ എടുത്തോ? എന്റെ ഫോട്ടോ അല്ല, അവളുടെ അച്ഛന്റെയാ. അയാളെ കണ്ട എന്നെ പോലെ തന്നെ ഉണ്ട്. ആദ്യം അയാളെ കണ്ടുപിടിച്ച് കൊച്ചിനെ അയാളെ ഏൽപ്പിക്കണം. എവിടെയുണ്ടെന്ന് ആർക്കറിയാം? എവിടെ ഉണ്ടായാലും കണ്ടുപിടിക്കും ഞാൻ. ചോദിക്കേ. ആ ശരി. ഈ ഫോട്ടോയിലുള്ള ആളിനെ എവിടെ കാണും കണ്ടിട്ടുണ്ടോ? എന്താടാ നമ്പർ ഇറക്കുക? ആളെ പുറകെ നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടാ? എടാ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് കക്കാൻ ഇറങ്ങിയിരിക്കാന്നോ? പോയാ പോരെ. എന്തിനാ എല്ലാരും കൂടെ ഓടുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? ആ വാ വാ, കേറ് കേറ്, നമുക്ക് പോ.